ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡേ 3 ആണ് ഡയറ്റിങ്ങിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ഉച്ച സമയമായിട്ടോ. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി ലേറ്റായിട്ടാണ് കഴിച്ചത്. നിങ്ങൾ വീഡിയോയിൽ കാണും. നല്ല പനീർ പറാഠയായിരുന്നു ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ടോ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതായിരിക്കും ഞാൻ ആദ്യം ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻട്രൊഡക്ഷൻ തന്നത്. പിന്നെ രാവിലത്തെ മോർണിംഗ് വാക്ക് നല്ല ഉഗ്രനായിരുന്നു. ഇന്നൊരു 40-45 മിനിറ്റ് നടന്നു. പിന്നെ പ്രാണായാമം ചെയ്തു. അതെല്ലാം കഴിഞ്ഞു. ഭയങ്കര സുഖമായിരുന്നു. പിന്നെ രാവിലെ ഞാൻ ഒരെണ്ണം ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. നല്ല മുളക് ബജ്ജി ഒരെണ്ണം കഴിച്ചു കേട്ടോ. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 9 മണി 9:30-10 മണിയായപ്പോൾ ഞാനൊരു മുളക് ബജ്ജി കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ, വിശന്നില്ല. പിന്നെ ലഞ്ച് കഴിച്ചപ്പം, ലഞ്ചെന്നോ ബ്രേക്ക്ഫാസ്റ്റോ എന്ത് വേണമെങ്കിൽ പറയാം, അത് കഴിച്ചപ്പോൾ ഏകദേശം ഒരു 2 മണി അടുപ്പിച്ച് കഴിഞ്ഞു. 2 മണി അടുപ്പിച്ചാണ് കഴിച്ചത്. നല്ല ആലു പറാട്ട അല്ല, സോറി, പനീർ പറാട്ട. ആലു പറാട്ട ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാക്കുന്ന വെച്ചിട്ട് പനീർ വാങ്ങിച്ച് പനീർ ഫില്ല് ചെയ്താണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എങ്ങനെയാണ് ഞാനത് സോർട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഭയങ്കര ഹെൽത്തിയാണ്, ഹൈ പ്രോട്ടീനാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ രാത്രി എന്താണെന്നൊന്നും തീരുമാനിച്ചില്ല. ചോറ് ഇരിപ്പുണ്ട്, കറികളൊക്കെ ഇരിപ്പുണ്ട്. വിശപ്പ് അങ്ങോട്ട് വരുന്നില്ല. സാധാരണ വൈകുന്നേരമാണല്ലോ കഴിക്കുന്നത്. അപ്പം ഇപ്പം തന്നെ ഏകദേശം 2 മണിയായി. പക്ഷെ ഇപ്പം തന്നെ 1 മണിക്കല്ലേ കഴിച്ചത്. കാരണം വിശപ്പൊന്നുമില്ല. നോക്കാം വൈകുന്നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഇത് എൻ്റെ മാത്രം ഒരു ജേർണി അല്ല. ഇത് എനിക്കത് ബെനിഫിഷ്യൽ ആവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്കും അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുമല്ലേ. ഇപ്പം ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് വലിയ സ്മൂതി അടിച്ചു കുടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സാധാരണ ആഹാരമാണ് കഴിക്കുന്നത്. പക്ഷേ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ ഒരുപാട് വലിച്ചു വാരി കഴിക്കുന്നില്ല. ഷുഗർ കഴിക്കുന്നില്ല. ഓക്കെ, ഇപ്പം ബജ്ജി കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വറുത്തതാണ്. അത് ഞാൻ അവോയ്ഡ് ചെയ്തില്ല. എനിക്ക് കൊതി തോന്നി, ഞാൻ കഴിച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെ. അപ്പം ഞാനത് ഇതുകൊണ്ട് വെയിറ്റ് കുറയുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടിയുള്ള പരീക്ഷണമാണ്. നമുക്ക് നോക്കാം. 21 ദിവസം കഴിയുമ്പോൾ എൻ്റെ വെയിറ്റ് കുറയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് ഇതിനകത്ത് ഞാൻ അങ്ങനെ ഹാർഡ് കോർ ഡയറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഗുണം നമുക്ക് അറിയാൻ പറ്റും ഇതുകൊണ്ട്. പിന്നെ എക്സസൈസ് ഉണ്ടല്ലോ. എക്സസൈസ് പറഞ്ഞാൽ അങ്ങനെ ഹെവി എക്സസൈസോ വെയിറ്റ് ലിഫ്റ്റിങ്ങോ ഒന്നുമല്ല. ജസ്റ്റ് മോർണിംഗ് വാക്ക്, പിന്നെ പ്രാണായാമം, പിന്നെ കുറച്ച് ഹാൻഡും നെക്കിൻ്റെ ഒക്കെ കുറച്ച് എക്സസൈസ്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ പോയാൽ എനിക്കിപ്പം എബവ് 55, ഐ ആം എബൌട്ട് ടു ബി ഐ ആം 57 നൗ. അപ്പം ഞാൻ 57 ആയ ഒരാൾക്ക് മെറ്റബോളിസം ഒക്കെ എന്തായാലും കുറയും. അപ്പം ഇത് കുറച്ചുകൂടി യങ്സ്റ്റേഴ്സാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ വെയിറ്റ് കുറയും. ബിക്കോസ് എൻ്റെ മെറ്റബോളിസം ഒക്കെ ഓൾറെഡി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രായമാകുമ്പോൾ മെറ്റബോളിസം ഒക്കെ താഴോട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ട് ഗുണം വരുവാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഇടാം. എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്നുണ്ട് ആൾക്കാർ, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ വീഡിയോസ്. അപ്പോൾ ഇനിയും ഈ 21 ദിവസത്തെ ജേർണി തീർന്നിട്ടില്ല. 3ാമത്തെ ദിവസം ആയതേ ഉള്ളൂ. ലോങ് വേ ടു ഗോ. ഓക്കെ, അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണും. പിന്നെ ഡെഫിനറ്റായിട്ട് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ബൈ. ഞാൻ ഈ ഉണ്ടാക്കുന്ന പനീർ പറാട്ടയ്ക്കുള്ള ഫില്ലിംഗ് ആട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയുടെ തണ്ട്, ഉള്ളി, സവോള എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ കൂടെ തന്നെ പനീറും കൂടി ഒരു 250 ഗ്രാംസ് പനീർ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് പൊടിച്ച് അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫില്ലിംഗ് റെഡി. ഇത്ര സിമ്പിളാണ് കേട്ടോ. എന്നിട്ട് പൊറോട്ട നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ഫില്ലിംഗ് വെച്ച് നിറച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് പരത്തിയെടുത്ത് 2 സൈഡ് നല്ല മുരിച്ചെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട റെഡി. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം.
ഭയങ്കര ടേസ്റ്റാണ്. ഞാനിതിൻ്റെ കൂടെ റായ്ത്ത എന്ന് പറയുന്ന ഒരു തൈര് വെച്ചിട്ടുള്ള കുക്കുംബർ, ടൊമാറ്റോ, കുറച്ച് സ്പ്രൗട്ടഡ് ബീൻസ്, പയറ് നമ്മൾ മുളപ്പിച്ചെടുത്ത പയറ്, പിന്നെ മിൻറ്റ് ചട്നി, ഗ്രീൻ ചട്നി, അതും എല്ലാം കൂട്ടിയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയി എന്ന് പറഞ്ഞാൽ സ്പ്രൗട്ടഡ് ബീൻസ് ഞാൻ പയറെപ്പോഴും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും പ്രോട്ടീനിന് വേണ്ടിയിട്ട്. പിന്നെ പനീറിൻ്റെ ഫില്ലിംഗ് ഡെഫിനറ്റ്ലി പ്രോട്ടീൻ. അപ്പോൾ 250 grams വെച്ചിട്ട് എത്ര പൊറോട്ട കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു 6 പൊറോട്ട കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെയാട്ടോ ഞാൻ ഉണ്ടാക്കി കഴിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ കഴിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അത് ആസ്വദിച്ചാട്ടോ ഞാൻ കഴിക്കുന്നത്. ഞാൻ ഡയറ്റ് ചെയ്യാൻ ആക്ച്വലി എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അത്ര അടിപൊളിയാണ്. ഡയറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല സാധനങ്ങളാണ് ഇപ്പോൾ കഴിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു ലഞ്ചായിട്ട് ഞാനത് കഴിച്ചു. കുറച്ച് ലേറ്റായിരുന്നു കഴിക്കാനായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാനൊരു മുളക് ബജ്ജി കഴിച്ചായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞില്ല, അത് കാരണം വിശന്നില്ല. ഇത് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം 2 മണിയോ എങ്ങാണ്ടോ ആയി. അപ്പോൾ പിന്നെ എനിക്ക് രാത്രി വിശക്കുന്നില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിക്സ്ചറും തൈരും എടുത്തിട്ട് അതൊരു ബോളിൽ, ചെറിയൊരു ബോളിൽ അത് കഴിച്ചു. പിന്നെ കുറച്ച് കടല, നമ്മൾ കറുത്ത കടല വേവിച്ച് വെച്ചിരുന്നു, അത് കടു വറുത്തിട്ട് അത് സ്നാക്കായിട്ട് കഴിച്ചു. ഇത്രയാണ് ഞാൻ രാത്രി കഴിച്ചിരിക്കുന്നത്. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 6:30 മണിയായപ്പോൾ ഇത്രയും കഴിച്ചു. ഇത്രയും ഞാൻ ഇന്നത്തെ ദിവസം കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ളത് ഞാൻ എന്തായാലും ഡെഫിനറ്റായിട്ടും വീഡിയോയുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഡെഫിനറ്റായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ഹെൽത്തി സാധനങ്ങളായിരിക്കും ഓരോ ദിവസം ഞാൻ ഉണ്ടാക്കുന്നത്. അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹെൽത്തി റെസിപ്പീസ് ഒരുപാട് കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.